അതായത് ഇപ്പോ ഈ സ്പീക്കർക്ക് ഒരുപക്ഷെ എത്തിക്സ് കമ്മിറ്റിക്ക് റെഫർ ചെയ്യാം ഇയാളുടെ കേസ്. എത്തിക്സ് കമ്മിറ്റിക്ക് റെഫർ ചെയ്തിട്ട് ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം, കോണ്ടാക്ട്, അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് എന്ത് വേണം, ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ശുപാർശ ചെയ്യാം സഭയ്ക്ക്. അപ്പൊ സഭ ആ ശുപാർശയുടെ മേൽ ആക്ഷൻ എടുക്കാം. അത് എക്സ്പൾഷൻ ആവാം സഭയിൽ നിന്ന്. അതായത് കാരണം സഭയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റം, സഭയുടെ ഒരു ഒരു അന്തസ്സും അഭിമാനവും നഷ്ടപ്പെടുത്തിയ രീതിയിലുള്ള ഒരു പെരുമാറ്റം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആളിനെ ഇനി സഭയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ എത്തിക്സ് കമ്മിറ്റിക്ക് റെക്കമെൻഡേഷൻ കൊടുക്കാം സഭയ്ക്ക്. അങ്ങനെ വന്നാൽ സഭ പ്രമേയം പാസാക്കി കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടു പോകും. അതാണ് ചെയ്യാവുന്ന ഒരു കാര്യം. അത് അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ചെടുക്കേണ്ട തീരുമാനമാണ്. അതെ, അതിപ്പോ അല്ല, ഇതിപ്പോ ഇത് പ്രമേയം വരുമ്പം ഭൂരിപക്ഷമാണല്ലോ. അതെ അതെ, പ്രമേയം വരുമ്പം ഭൂരിപക്ഷം പ്രമേയത്തിന് അനുകൂലമാണെങ്കിൽ ഈ കേസിൽ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പൊ സഭ ചേരാനിരിക്കുന്നു. താങ്കൾ എന്താണ് കരുതുന്നത്? അതെ, അങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അതില്. കാരണം അതാണ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പിന്നീട് ഇയാള് പാർട്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പാർട്ടിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ഇപ്പൊ നടക്കില്ല. കാരണം സഭയിൽ നിന്ന് പോകണമെങ്കിൽ ഒരാളുടെ ഒരു മെമ്പറെ സഭയിൽ നിന്ന് കളയണമെങ്കിൽ ഒന്നുകിൽ ആന്റി ഡിഫെക്ഷൻ ലോ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഇയാൾക്കെതിരായിട്ട് ഇലക്ഷൻ കേസ് നടന്ന്, അല്ലെങ്കിൽ ഇയാൾക്കെതിരായിട്ട് ഈ ക്രിമിനൽ കേസ് ഇപ്പൊ നടക്കുന്ന ക്രിമിനൽ കേസ് തീർപ്പായിട്ട് 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വിധിക്കുകയാണെങ്കിൽ നഷ്ടപ്പെടും. അത്രേ ഉള്ളൂ. പക്ഷെ അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നടക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഈ കമ്മിറ്റിക്ക് റെഫർ ചെയ്തിട്ട് അത് സ്പീക്കർക്ക് ചെയ്യാവുന്ന ഒരു സംഗതിയാണത്. ഈ മാറ്റർ കമ്മിറ്റിക്ക് റെഫർ ചെയ്ത് കമ്മിറ്റി അത് എക്സാമിൻ ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. കാരണം ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണല്ലോ. ഇതിനെക്കുറിച്ച് അങ്ങനെ വലിയ ഡീറ്റെയിൽഡ് ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. കാരണം റേപ്പ് കേസിൽ ശിക്ഷിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, റേപ്പ് കേസിൽ പെട്ടു. അപ്പൊ അതിന്റെ അറ്റൻഡന്റ് ആയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് കമ്മിറ്റിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ചെയ്യാം. മനസ്സിലായി. ഈ കേസിനെ സംബന്ധിച്ച് താങ്കളുടെ പ്രതികരണം എന്താണ്? കാരണം എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജനപ്രതിനിധി, അതും 3 ബലാത്സംഗ കേസുകളാണ്. അത് ബലാത്സംഗ കേസിന്റെ നമ്പർ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ കേരളത്തിൽ ഇത് സംഭവിച്ചിട്ടില്ല. പക്ഷെ മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനെ ഒരു ജനപ്രതിനിധി, ഒരു MLA ഈ മാതിരി റേപ്പ് കേസിൽ ഇൻവോൾവ് ആവുന്നത്. വളരെ നന്ദി ശ്രീ PDT ആചാര്യ പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞതുപോലെ സ്പീക്കർക്ക് ഇതിൽ ഒരു തീരുമാനമെടുക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് അത് മോശമാണ് എന്നുള്ള രീതിയിൽ സഭ ഒന്നാകെ അത് എല്ലാവരും ഒരുമിച്ചെടുക്കേണ്ട തീരുമാനം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്.